ഇന്ന് 2026 ജനുവരി 26 ഭീഷ്മാഷ്ടമി. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയിലാണ് ഭീഷ്മാഷ്ടമി ആഘോഷിക്കുന്നത്. മഹാഭാരതത്തിലെ ധർമ്മം, ത്യാഗം, നിഷ്ഠ എന്നിവയുടെ മഹത്തായ പ്രതീകമായ ഭീഷ്മപിതാമഹൻ്റെ മഹാപ്രയാണം അഥവാ മഹാസമാധി ഈ ദിനത്തിൽ സ്മരിക്കപ്പെടുന്നു. ഇച്ഛാമൃത്യു എന്ന വരം ലഭിച്ച ഭീഷ്മർ തൻ്റെ മരണസമയമായി ഉത്തരായണം തന്നെ തിരഞ്ഞെടുത്തു. ശരശയ്യയിൽ തന്നെ അന്ത്യകാലം കാത്തിരുന്ന ഭീഷ്മ പിതാമഹനോട് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരൻ അത്യന്തം ശ്രേഷ്ഠമായൊരു ചോദ്യം ഉന്നയിച്ചു. ആരെയാണ് സ്തുതിച്ചാൽ പരമമംഗളമായ ശ്രേയസ് ലഭിക്കുന്നത്? അതിനുത്തരമായി ഭീഷ്മർ പറഞ്ഞത്, ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷഃ സതതോത്ഥിതഃ. അർത്ഥം, സർവലോകങ്ങളുടെയും നാഥനും ദേവാതിദേവനും ആദിയന്തമില്ലാത്തവനും പരമപുരുഷനുമായ നാരായണനെ സഹസ്രനാമങ്ങളാൽ നിത്യം സ്തുതിക്കുന്നവൻ സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയോടെ മോക്ഷപദം പ്രാപിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാവന സാന്നിധ്യത്തിൽ ഭീഷ്മർ മനുഷ്യകുലത്തിനാകെ വിഷ്ണു സഹസ്രനാമം, നാരായണന്റെ 1000 നാമങ്ങൾ മഹാനുഗ്രഹമായി ഉപദേശിച്ചു. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭുഃ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ. ഈ ശ്ലോകം പരമാത്മസ്വരൂപമായ പരബ്രഹ്മനെയും സകലത്തെയും സൃഷ്ടിച്ച് പരിപോഷിപ്പിച്ച് സംരക്ഷിക്കുന്നവനെയും സർവജീവജാലങ്ങളുടെയും അന്തര്യാമിയായ ആത്മാവ് ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഭീഷ്മാഷ്ടമി ഭീഷ്മരുടെ സമാധി ദിനം മാത്രമല്ല, വിഷ്ണു സഹസ്രനാമം ഭീഷ്മർ മുഖേന ലോകത്തിന് ലഭിച്ച പുണ്യദിനം കൂടിയാണ്. സ്വയം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇച്ഛാമൃത്യു വരിക്കാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അതിനാൽ ഭീഷ്മരുടെ മരണം ഒരു യോഗിക മഹാസമാധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദൃഢപ്രതിജ്ഞ, ഭീഷണപ്രതിജ്ഞ, അചഞ്ചല വ്രതം, ദൈവീച്ഛയോടുള്ള സമ്പൂർണ്ണ സമർപ്പണം, അധർമ്മത്തിനിടയിലും ധർമ്മനിഷ്ഠയായ ജീവിതം, പ്രാരബ്ധകർമ്മത്തെ സമചിത്തതയോടെ സ്വീകരിക്കൽ, ജീവിത വിജയത്തിലൂടെ മരണത്തെ അതിജീവിക്കാം. സമ്പൂർണ്ണ സമർപ്പണം ഭക്തന്റെ ദൗർബല്യമല്ല, അത് ജ്ഞാനമാണ്. വിധിയുടെ ഈ മഹത്തായ തത്വങ്ങളെയാണ് ഭീഷ്മർ പ്രതിനിധാനം ചെയ്യുന്നത്. ദൃഢനിശ്ചയത്തിലൂടെയും ജീവിത വ്യക്തതയിലൂടെയും മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാത തെളിയുകയുള്ളൂ. വികാരം അതിൻ്റെ മാനദണ്ഡമല്ല. ധർമ്മത്തിൽ വ്യക്തത, ദൃഢപ്രതിജ്ഞയിൽ സ്ഥിരത, നിർവൃത്തിയിലൂടെയുള്ള അന്ത്യം, ഇവയൊക്കെയാണ് ഭീഷ്മസ്മരണം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഭീഷ്മസ്മരണ ശ്ലോകം. ഭീഷ്മം പ്രതീക്ഷമാണം തു ശരശയ്യാഗതം വിപും വാസുദേവസ്യ ഭക്തം തം നമാമി കുരുനന്ദനം. അർത്ഥം, ശരശയ്യയിൽ ശയിച്ച് സൂര്യൻ്റെ ഉത്തരായണ ഗമനം കാത്ത് വാസുദേവനോടുള്ള അഭംഗുര ഭക്തിയോടെ നിലകൊണ്ടിരുന്ന ആ മഹാനായ കുരുനന്ദനൻ ഭീഷ്മരെ ഞാൻ നമസ്കരിക്കുന്നു. ബന്ധനങ്ങളിലിരിക്കുമ്പോഴും ധർമ്മനിഷ്ഠ സാധ്യമാണ്. ഈ പാഠങ്ങളാണ് ഭീഷ്മരിൽ നിന്നും നാം നേടുന്നത്. ഭീഷ്മരെ പോലെ ജീവിതമെന്നാൽ ആത്മനിയന്ത്രണത്തെയും ആത്മനിഷ്ഠയെയും, ഭീഷ്മരെപ്പോലെ മരണമെന്നാൽ മോക്ഷ സാക്ഷാത്കാരത്തിനെയും പ്രതിനിധീകരിക്കുന്നു. വിഷ്ണു സഹസ്രനാമം കലിയുഗത്തിൽ ശാസ്ത്രവും സ്തോത്രവും ഉപായവും ആകുന്നു. എല്ലാ ആശ്രയങ്ങളും അകലുമ്പോൾ ഭഗവൻ നാമം മാത്രമേ ശേഷിക്കൂ. ശരീരം ക്ഷയിക്കുമ്പോൾ ഭഗവത് സ്മരണം ആത്മബോധത്തെ നിലനിർത്തുന്നു. ആത്മസാക്ഷാത്കാരം സങ്കീർണതയിലൂടെയല്ല, സ്നേഹപൂർവമായ നാമാവർത്തനത്തിലൂടെയാണ്. ശരശയ്യ ഒരു വൈദിക യാഗപീഠമായി മാറുന്നു.
ശ്വാസം ജപമായി മാറുന്നു. ശരീരം ഉപേക്ഷിക്കുന്ന ജ്ഞാനം ഭീഷ്മരിൽ നിന്നും, ജീവിതത്തിൻ്റെ സാധനാപഥം സഹസ്രനാമത്തിൽ നിന്നും വെളിപ്പെടുന്നു. അവസാനം എല്ലാം നാമസ്മരണയിൽ ഏകീകരിക്കപ്പെടുന്നു. ഓം നമോ നാരായണായ.